ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിലുള്ള ഒരു ഇഷ്ടിക കളത്തിൽ ഭീകരർ അതിക്രമിച്ചു കയറി ഒരു തൊഴിലാളിയെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ സംസ്ഥാനത്തുടനീളം സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. വീണ്ടും ഒരു പഹൽഗാം മോഡൽ ഭീകരാക്രമണമാണ് ജമ്മു കാശ്മീരിൽ നടന്നത്. അത് ഇന്നലെയൊക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. അതായത് മതം ചോദിച്ചാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊന്നത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഉത്തർപ്രദേശ് പോലീസ് സംസ്ഥാനത്ത് ഹൈ അലർട്ട് പ്രഖ്യാപിക്കുകയും അതീവ ജാഗ്രത പാലിക്കാൻ എല്ലാ ജില്ലകൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുണ്ടാ തലവൻ ഷെഹ്സാദ് ഭട്ടിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ സംസ്ഥാനത്ത് വലിയൊരു ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി കേന്ദ്ര ഏജൻസികൾ ഉത്തർപ്രദേശ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. കാൻവാർ യാത്ര, സുരക്ഷാ പ്രാധാന്യമുള്ള സർക്കാർ കെട്ടിടങ്ങൾ, ആരാധനാലയങ്ങൾ, ജനത്തിരക്കുള്ള മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവ ആക്രമണത്തിനിരയാക്കാൻ സാധ്യത ഉള്ള ഇടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് കാൻവാർ യാത്ര കടന്നുപോകുന്ന പാതകളിൽ പോലീസിന്റെ വിന്യാസം കൂടാതെ പ്രൊവിഷൻ ആംഡ് കോൺസ്റ്റാബുലറി എന്നിവയുടെ വിന്യാസം സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് ടെർമിനലുകൾ, ആരാധനാലയങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മറ്റ് പ്രധാന പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കർശനമായ പരിശോധനകൾ നടത്തിവരികയാണ്. ഹോട്ടലുകൾ, ധർമ്മശാലകൾ, വാടക താമസ സ്ഥലങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിനോടൊപ്പം സംശയാസ്പദമായ വ്യക്തികളെയും വാഹനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യാൻ പോലീസ് കമ്മീഷണർമാർ, റേഞ്ച് ഐജിമാർ, ഡിഐജിമാർ, ജില്ലാ പോലീസ് മേധാവികൾ എന്നിവർക്ക് ഉത്തർപ്രദേശ് പോലീസ് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെട്രോളിംഗ് ശക്തമാക്കാനും സംശയാസ്പദമായ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുമായും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുമായും ഉടൻ പങ്കുവയ്ക്കാനും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഏജൻസികൾ സംസ്ഥാനത്തുടനീളം നിരന്തരം നിരീക്ഷണം നടത്തിവരികയാണ്. ഹോട്ടലുകൾ, ധർമ്മശാലകൾ, വാടക താമസ സ്ഥലങ്ങൾ എന്നിവ പരിശോധിക്കുന്നതോടൊപ്പം സംശയാസ്പദമായ വ്യക്തികളെയും വാഹനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യാൻ പോലീസ് കമ്മീഷണർമാർ, റേഞ്ച് ഐജിമാർ, ഡിഐജിമാർ, ജില്ലാ പോലീസ് മേധാവികൾ എന്നിവർക്ക് ഉത്തർപ്രദേശ് പോലീസ് നിർദ്ദേശം നൽകി. പെട്രോളിംഗ് ശക്തമാക്കാനും സംശയാസ്പദമായ നീക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുമായും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുമായും ഉടൻ പങ്കുവയ്ക്കാനും അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ഏജൻസികൾ സംസ്ഥാനത്തുടനീളം നിരന്തരം നിരീക്ഷണം നടത്തിവരുന്നുണ്ട്. മുസഫർനഗർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാൻവാർ യാത്രയുടെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 3 മുതൽ 10 വരെ എല്ലാ സ്കൂളുകളും കോളേജുകളും അടച്ചിടും. വാർഷിക തീർത്ഥാടന വേളയിൽ കാൻവാർ തീർത്ഥാടകരുടെ സുഗമമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിനും പൊതുസുരക്ഷ നിലനിർത്തുന്നതിനുമായാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ ജില്ലാ മജിസ്ട്രേറ്റ് ഉമേഷ് മിശ്ര ഔദ്യോഗികമായി ഉത്തരവിട്ടത്. ശ്രാവണ മാസം ആരംഭിച്ചതോടെ ജൂലൈ 30 തുടങ്ങിയ കാൻവാർ യാത്ര ഓഗസ്റ്റ് 11 സമാപിക്കും. ഹരിദ്വാറിൽ നിന്ന് ഗംഗാജലവുമായി തീർത്ഥാടകർ വൻതോതിൽ മുസാഫറ നഗറിൽ എത്തിത്തുടങ്ങിയ സാഹചര്യത്തിൽ ജില്ലയിൽ ഉടനീളം സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾ അധികൃതർ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കാൻവാർ യാത്ര കടന്നുപോകുന്ന പാതകളിലെ മാംസം വിളമ്പുന്നതോ വിൽക്കുന്നതോ ആയ എല്ലാ കടകളും റെസ്റ്റോറന്റുകളും ഓഗസ്റ്റ് 12 വരെ അടച്ചിടാൻ നിർദ്ദേശം നൽകി. അതേസമയം ഈ പാതകളിലെ മദ്യശാല പ്രവർത്തിക്കുന്നത് തുടരുമെങ്കിലും അവ മറയ്ക്കുന്നതിനായി കർട്ടനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ കാൻവാർ യാത്ര നടക്കുന്നത് കൊണ്ട് തന്നെ ഭീകരർ ഏത് വേഷത്തിൽ വേണമെങ്കിലും വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതായത് ഇപ്പോൾ ജന്തർ മന്ദിറിൽ കോക്രോച്ച് പാർട്ടിയുടെ ഒരു പ്രതിഷേധം നടന്നപ്പോൾ അവിടെ ഈ പോലീസിന്റെ വേഷം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സൈനിക വേഷം ധരിച്ചുകൊണ്ടൊക്കെ എത്താനായിട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതൊക്കെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം അതിന് ആ ഒരു നീക്കം തകർക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. അതുപോലെ ഉത്തർപ്രദേശിലെ തീർത്ഥാടകരുടെ വേഷമോ അല്ലെങ്കിൽ കാവ്യ വസ്ത്രമോ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സന്യാസിയുടെ ഒക്കെ ഒരു വേഷം ധരിച്ചുകൊണ്ട് വരാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ചെക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫേസ് റിക്കഗ്നിഷൻ ആപ്പിന്റെ സഹായത്തോടു കൂടി ഓരോ ആളുകളെയും തിരിച്ചറിയുന്നുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം.